Next, we move to the another topic, that is a digital divide. And what is a digital divide? Digital divide, it is the gap between people who possess regular access to information technology and those who do not have this access. The problem of digital divide that you are facing now. കാരണം ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷം പലർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. നെറ്റ് ഇഷ്യൂ കാരണമോ ഫോൺ ഇല്ലാത്തത് കാരണമോ ഒക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇത് തന്നെയാണ് ഡിജിറ്റൽ ഡിവൈഡ്. ഈ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റുന്നവരും ആക്സസ് ചെയ്യാൻ പറ്റാത്തവരും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് എന്ത് പറയുന്നത്, digital divide എന്ന് പറയുന്നത്. So digital divide is the gap between people who possess regular access to information technology access ഉള്ളവരും and those who do not have this access. Some people do not have access this type of technology because of the lack of technologies with them, lack of mobile phone, laptop, maybe due to the network issue. All are leads to the person who can't access information technology. So there is a gap between the person who access information technology and the person who do not have this type of access. That difference, that gap is called the digital divide. And the digital divide refers to the gap between individuals, household, businesses and geographical areas at different socio-economic levels with regard both to their opportunities to access information and communication technology and to their use of the internet for a wide variety of activities. അപ്പോൾ ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ എന്തിലെല്ലാം വരുന്ന ഗ്യാപ്സ് ആവും? ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആവാം, ഹൗസ് ഹോൾഡ്സ് ആവാം, ബിസിനസ് ആവാം, മേ ബി ഡ്യൂ ടു ജോഗ്രഫിക് ഏരിയാസ് ആവാം. അത് എന്ത് കാരണമാവാം? ഡ്യൂ ടു ഡിഫറെന്റ് സോഷ്യോ ഇക്കണോമിക് ലെവൽസ് അല്ലെ? ഡിഫറെന്റ് സോഷ്യോ ഇക്കണോമിക് ലെവൽസ് ആണ്. സാമ്പത്തികമായ പ്രശ്നമാവാം, സാമൂഹിക സ്ഥിതിയാവാം. അപ്പൊ അതെല്ലാം കാരണം ഇൻഡിവിജ്വൽസ് ആവാം, ഹൗസ് ഹോൾഡ്, ബിസിനസ്, അങ്ങനെയൊക്കെ വരുന്നതാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വെറൈറ്റി ആക്ടിവിറ്റീസിനും ഇന്ന് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരുന്ന ഈ ഒരു ഗ്യാപ്പാണ് എന്ത് പറയുന്നത്, ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ട് ഈ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ദാറ്റ് ഈസ് എ ഡിജിറ്റൽ ഡിവൈഡ്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഡീലിംഗ് ടു ഡിജിറ്റൽ ഡിവൈഡ്? എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ഉണ്ടാവുന്നത്? ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റുന്നു, കുറച്ച് ആളുകൾക്ക് ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ആർ ദ റീസൺസ് ഫോർ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ലീഡിംഗ് ടു ദിസ് ഡിജിറ്റൽ ഡിവൈഡ്? ദാറ്റ് ഈസ് എ മെയിൻ പ്രോബ്ലം വി ആർ ഫേസിങ് നൗ. ഫസ്റ്റ് വൺ ഈസ് ദ മെയിൻ പ്രോബ്ലം ഈസ് ദാറ്റ് ജെൻഡർ. Females have less access to the internet than males in some countries and organizations. പലപ്പോഴും ഫീമെയിൽസിന് മെയിൽസിനേക്കാളും ഇന്റർനെറ്റ് ആക്സസ് കുറവാണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഫിസിക്കൽ ഡിസബിലിറ്റി. Visually impaired and blind people, they cannot able to use computer due to their physical disability. ഇന്ന് പല ആളുകൾക്കും അവരുടെ കാഴ്ചക്കുറവുണ്ടോ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ചെവി കേൾക്കാത്ത പ്രശ്നമോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ പോലെ ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും ഇപ്പോൾ പല ടെക്നോളജീസ്, ഇപ്പോൾ ടൈപ്പിങ്ങിലൊക്കെ തന്നെ ബ്ലൈൻഡിനൊക്കെ ടച്ച് ചെയ്താൽ മനസ്സിലാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. എങ്കിലും സാധാരണ ഒരാൾ അത്രത്തോളം ആക്സസ് അല്ല. അപ്പോൾ ഫസ്റ്റ് റീസൺ ഈസ് ദാറ്റ് ജെൻഡറൊക്കെ പല ഏരിയാസിലും ഉണ്ട്. ഫീമെയിൽസിന് ഇപ്പോഴും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാത്ത പല സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഫിസിക്കൽ ഡിസബിലിറ്റിയാണ് മറ്റൊരു റീസൺ. ദെൻ ഫിസിക്കൽ ആക്സസ്, lack of telecommunication infrastructure with a sufficient reliable bandwidth for internet connections and the ability to purchase the necessary equipments create digital divide among the people. ഇതായിരിക്കാം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. ലാക്ക് ഓഫ് റിലയബിൾ ബാൻഡ് വിഡ്ത്ത്, റേഞ്ച് പ്രോബ്ലം അല്ലേ? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മോഡംസും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദർ ഇസ് എ ഗ്യാപ്പ്. ചില ഏരിയാസിൽ അതിനനുസരിച്ചുള്ള നെറ്റ് കണക്ഷൻ കിട്ടുന്നതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം പല ഏരിയാസിൽ താമസിക്കുന്നവർക്ക് ഇന്റർനെറ്റ് ആക്സസിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. And next one is lack of ICT skills and support. Some people facing the problem that they can't use this type of technology due to the lack of ICT skills. ഇത് അവർക്ക് എന്താ അറിയണ്ടാവില്ല, ടെക്നോളജി, ഹൗ ടു യൂസ് ദ ടെക്നോളജി,
അതറിയില്ല. ടെക്നോളജി നമ്മളുടെ വീട്ടിൽ പലപ്പോഴും പാരൻസ് ഒക്കെ എന്തുകൊണ്ടാണ് മിക്കവാറും ടെക്നോളജി പലപ്പോഴും യൂസ് ചെയ്തത്? ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് നോളജ് ഇൻ ടെക്നോളജി. അതിനുള്ള സപ്പോർട്ടും കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ ലാക്ക് ഓഫ് ICT skills and support, that is another problem. Then attitudinal factors, cultural and behavioral attitudes towards technology, that is another cause of digital divide. Many people thought that the new technology is very harmful for young generation. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ദിസ് ടൈപ്പ് ഓഫ് ടെക്നോളജി ദാറ്റ് ഇസ് വെരി ഹാർംഫുൾ ആൻഡ് ദേ ഡെസ്ട്രോയ് ദ യൂത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെരി യൂസ്ഫുൾ. നമുക്കറിയാം ഇപ്പം നമുക്ക് ടെക്നോളജി ഇല്ലാതെ നമുക്കൊന്നും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. സോ ടെക്നോളജി ബിഹേവിയറിനെ ബാധിക്കും. അത് ഒരു തെറ്റായ രീതിയിലും അമിതമായി ഉപയോഗിച്ചാലും ദാറ്റ് മേ ബി എഫക്റ്റ് അവർ ബിഹേവിയർ. പക്ഷെ അത് കാരണം ഇത് യൂസ് ചെയ്യാത്ത പല ആളുകളുണ്ട്. അവരുടെ ഒരു കൾച്ചറും ബിഹേവിയറിനൊക്കെ മാറ്റം വരുത്തും എന്നുള്ളത് കൊണ്ട് പലരും അങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഉപയോഗിക്കാത്തവരുണ്ട്. സോ ആറ്റിറ്റ്യൂഡിനൽ ഫാക്ടേഴ്സ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് വന്നതുകൊണ്ട് മാത്രമായിരിക്കാം പലർക്കും എന്ത് കിട്ടിയത്, ടെക്നോളജി ആക്സസ് ആയിട്ടുള്ളത്. അതിനു മുമ്പ് ആക്സസ് ആവില്ല. അത് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാവും പലപ്പോഴും പാരൻസ്. അപ്പൊ ഇതാണ് മറ്റൊന്ന്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ ഈസ് റെലവൻറ്റ് കണ്ടന്റ്. Some people do not use internet because there is no relevant content for them in internet. അത് അത്രയ്ക്ക് യൂസ്ഫുൾ അല്ല എന്നുള്ള ഫീലിംഗ് ഉണ്ട്. എന്താണ് ഇപ്പം ഇന്റർനെറ്റിലുള്ളത്? ദർ ഇസ് നോ റെലവൻസ് ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് വൺ ടു സം പീപ്പിൾ. ചില ആളുകൾക്ക് തീരെ ഇൻട്രസ്റ്റിംഗ് ആവില്ല ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് അത് കാരണം എന്ത് ചെയ്യില്ല, മെനി പീപ്പിൾ നെവർ യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് ടെക്നോളജീസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഏജ്. യങ് പീപ്പിൾ ദേ ഫീൽ മോർ കംഫർട്ടബിൾ ഇൻ ന്യൂ ടെക്നോളജീസ്. കാരണം എന്താ, they have the ability to use the technology and they are able to benefit from more than the old people. അല്ലെ, പഴയ ആളുകളെക്കാൾ ഇന്ന് നമ്മളാണ് കൂടുതലായിട്ട് ഇന്റർനെറ്റിന്റെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നതും അതിന്റെ ബെനിഫിറ്റ്സ് അറിയുന്നവരും. അതുകൊണ്ട് തന്നെ ഓൾഡർ പീപ്പിൾസിന് അത്രത്തോളം ഇന്റർനെറ്റിലും കമ്പ്യൂട്ടറിലും എന്തല്ല, ലെസ് ലൈക്ലി ദേ ഇൻട്രസ്റ്റഡ് ഇൻ ദീസ് ടൈപ്പ് ഓഫ് ടെക്നോളജീസ്. അപ്പൊ ഏജ് വലിയൊരു ഇതാണ്. അങ്ങനെ പറയാൻ വയ്യ. ഇപ്പൊ പല പ്രായമായ ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്, ദേ ആർ യൂസിങ് ഫേസ്ബുക്ക്, അതുപോലെ യൂട്യൂബിൽ വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങുന്നുണ്ട്. എങ്കിലും ഒരു പരിധി വരെ യങ് ജനറേഷന്റെ അത്രത്തോളം ഓൾഡ് ജനറേഷൻ നോട്ട് കംഫർട്ടബിൾ വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ടെക്നോളജീസ് ആൻഡ് ഇന്റർനെറ്റ്. And next one is family structure. Then families with with children have more computers and internet access than families without children. കുട്ടികളുള്ള ഫാമിലീസിലാണ് കൂടുതൽ ഇന്റർനെറ്റും സൗകര്യങ്ങളും ഉള്ളത് കുട്ടികളില്ലാത്ത ഫാമിലീസിനേക്കാളും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മോട്ടിവേഷൻ. People may not use computers because they are not interested or they may not see any good reason to use it. Lack of motivation. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് തോന്നുകയാണ് എന്ത്, കമ്പ്യൂട്ടേഴ്സ് ഈസ് നോട്ട് യൂസ്ഫുൾ. അതുപോലെ തന്നെ ദർ ഇസ് നോ നെസസിറ്റി ഫോർ യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് ടെക്നോളജി. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നെസസിറ്റി ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മെനി ഓഫ് ദി പീപ്പിൾ നോട്ട് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഇഷ്ടമില്ലാത്തത് കാരണം ഉപയോഗിക്കാത്തവര്. ഇതൊക്കെയാണ് വരുന്നത്. ദെൻ വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് ഡിജിറ്റൽ ഡിവൈഡ്? ഇങ്ങനെ ടെക്നോളജി കിട്ടുന്നവരും കിട്ടാത്തവരും വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ എഫക്റ്റ്? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ക്ലാസ് ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നവരും ആക്സസ് ചെയ്യാത്തവരും, അതിന്റെ എഫക്റ്റ് എന്തായിരിക്കും? അത് തന്നെയാണ് നമ്മള് സൊസൈറ്റിയിൽ ഡിജിറ്റൽ വേൾഡിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറെ ആളുകളുണ്ട്, ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അതിന്റെ എഫക്റ്റ് എന്താണ്? വാട്ട് ആർ ദ എഫക്റ്റ്? ഫസ്റ്റ് വൺ, ഇക്കണോമിക് ഇനീക്വാളിറ്റി. ഒരു ഇക്കണോമിക് ഇനീക്വാളിറ്റി വരും. കാരണം എന്താ, the person who access with this type of technology can collect more valuable economic informations and they can achieve more economic progress. എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എക്കണോമിക് ഇൻഫോർമേഷൻസ് ഒക്കെ കൂടുതൽ ആർക്കാണ് അറിയാൻ പറ്റുക? ടെക്നോളജി ആക്സസ് ഉള്ളവർക്കാണ്. മറ്റുള്ളവർ പല കാര്യങ്ങളും അറിയില്ല. ഇപ്പൊ ഒരു പുതിയ എന്തെങ്കിലും ഒരു സാമ്പത്തിക കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ടെക്നോളജിക്കലി ആക്സസ് ആയവർ അപ്പൊ തന്നെ അത് നമ്മൾ ഇന്റർനെറ്റിലൂടെ അറിയുന്നു. പലരും പല കാര്യങ്ങളും അറിയാതെ പോവാം. ദാറ്റ് ഈസ് ഇക്കണോമിക് ഇൻഇക്വാലിറ്റി. ദെൻ ഇഫക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ദ സ്റ്റുഡൻസ്, ഇത് ഞാൻ പറയുന്നില്ല ഇനിയും, സ്റ്റുഡൻസ് ഇന്റർനെറ്റ് ആക്സസ് ഉള്ളവർക്ക് ദേ ക്യാൻ അക്വയർ മോർ വാല്യുബിൾ നോളജ് ബൈ ബ്രൗസിങ് ഇൻ ഇന്റർനെറ്റ്. അല്ലേ, ഇന്നത്തെ കാലത്ത് ലോകത്തിലെ എവിടെയുള്ള വിവരവും സ്റ്റുഡൻസിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്റർനെറ്റ് ഇല്ലാത്തൊരു കുട്ടിക്ക് അത് സാധ്യമല്ല. ആൻഡ് ഡെമോക്രസി. The use of the internet can lead to a better democratic setup, increased public participation in elections and decision-making process.
ഇപ്പൊ തന്നെ ഇലക്ഷൻ ഒക്കെ വരികയാണ്. അപ്പോൾ എപ്പോഴും ഒരു കാര്യത്തിൽ പലപ്പോഴും വോട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ഓൺലൈനായിട്ടുള്ള. അപ്പം ഇങ്ങനത്തെ പല ഡിസിഷൻസ് എടുക്കുന്ന കാര്യങ്ങളിലും ഓൺലൈൻ പാർട്ടിസിപ്പേഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക എൻവയോൺമെൻറ്റിനെ മായി റിലേറ്റ് ചെയ്ത നമ്മളൊരു ആക്ട് വന്നപ്പോൾ നമുക്കതിൽ വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ അല്ലെങ്കിൽ ഇമെയിൽ അയക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള പബ്ലിക് പാർട്ടിസിപ്പേഷൻസ് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ നമുക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പല കാര്യത്തിലും നമുക്ക് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് എല്ലാവരും പല കാര്യങ്ങളെയും നേരിടുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി ലോക്ക്ഡൗൺ വന്നപ്പോൾ നമുക്ക് പല കാര്യത്തിനും പ്രതികരിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും ഓൺലൈനായിട്ടാണ് നമ്മളത് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പബ്ലിക് പാർട്ടിസിപ്പേഷൻസ്, പല കാര്യങ്ങളും തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് അതിൽ അഭിപ്രായം പറയാനൊക്കെ ഓൺലൈനിലൂടെ സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഡെമോക്രസി. ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. Digital divide influences economic growth because increase in productivity. That is connected with the use of information technologies and companies with the use of these technologies. Some companies use more interest അല്ലെങ്കിൽ more efficient information technologies. അതുകൊണ്ട് തന്നെ that help to increase their productivity. നല്ല പുതിയ ഇൻഫർമേഷൻ ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടായിരിക്കും. മറ്റുള്ളവരോട് പെട്ടെന്ന് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് പെട്ടെന്ന് എടുക്കാനും അതിനനുസരിച്ച് തിരിച്ച് സപ്ലൈ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള നല്ല ഇൻഫർമേഷൻ ടെക്നോളജീസ്, ഫാസ്റ്റായ ഇൻഫർമേഷൻ ടെക്നോളജീസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മേ ലീഡ് ടു ദി ഇക്കണോമിക് ഗ്രോത്ത്. ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. Information technology play an increasingly important role in people's learning, professional work and career development. നമ്മൾ എല്ലാ മേഖലയിലും നമുക്ക് ഒരു സോഷ്യൽ മൊബിലിറ്റി കൊണ്ടുവരാൻ, അതായത് നമ്മുടെ ലേണിങ്ങിൽ, നമ്മളെ പ്രൊഫഷണൽ നോളജ് വർക്ക് ചെയ്യുന്നതിൽ, നമ്മളെ കരിയർ ഇംപ്രൂവ് ചെയ്യുന്നതിൽ, ഇൻ ഓൾ ദീസ് ഏരിയാസ് ടെക്നോളജി പ്ലേ എ വിറ്റൽ റോൾ. സോ സോഷ്യൽ മൊബിലിറ്റി ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ ഇതിൽ ആക്സസ് ചെയ്യാത്തവർക്ക് ഇതൊന്നും കിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഇക്കണോമി ഇനീക്വാളിറ്റി വരും, എഡ്യൂക്കേഷനിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ദർ ഈസ് ഡെമോക്രസീനെ എഫക്റ്റ് ചെയ്യും. ഡിസിഷൻസ് എടുക്കാൻ ചിലർക്ക് സാധിക്കുന്നു, പറ്റാതെ വരും. അതുപോലെ എക്കണോമിക് ഗ്രോത്ത് വരാതിരിക്കാം ആക്സസ് ഇല്ലാത്തവർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഡിജിറ്റൽ ഡിവൈഡ്, അതിൻ്റെ റീസൺസ്, അതിൻ്റെ എഫക്റ്റ്. അപ്പോൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.